ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖമല്ലായിരിക്കും. നമ്മൾ പലർക്കും അറിയില്ലല്ലേ നമ്മളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന്, അല്ലേ? ഓരോരുത്തർ എന്താ പറയണ്ടത്, നമ്മൾ പല പാക്കുകൾ ഇടുമ്പോൾ നമുക്ക് മുഖത്തിന് പറ്റുമോ, ഇത് വരണ്ട സ്കിന്നിന് പറ്റുന്നതാണോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് പറ്റുന്നതാണോ എന്നുള്ളൊരു ഡൗട്ടായിരിക്കും അല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയാലോ, എങ്ങനെയാണെന്ന് നോക്കുന്നതിനുള്ള ട്രിക്കും ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളെ മുഖം ഒന്ന് ആസ്ട്രിജൻ ലോഷൻ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ആസ്ട്രിജൻ ലോഷൻ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. നമ്മൾ എന്തായാലും ത്രെഡ് ചെയ്യാനൊക്കെ പോകുന്ന അവരായിരിക്കും അല്ലേ, പാർലറിൽ. അപ്പം നമ്മളെ മുഖത്ത് അവർ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അവർ മസാജ് ചെയ്ത് തരുന്നില്ല പുരികത്തിൻ്റെ മുകളിലൊക്കെ. അതാണ് ആസ്ട്രിജൻ ലോഷൻ കേട്ടോ. ആ ലോഷൻ നമ്മളെ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ സെലോ ടേപ്പ് ഉണ്ടാവും. സെലോ ടേപ്പ് ഒന്നും ഇല്ലാതെ വീടുകൾ ഉണ്ടാവില്ല. ആ സെലോ ടേപ്പ് എടുത്തിട്ട് നമ്മളെ ഈ കവിളിൽ നിന്ന് ഇങ്ങനെ മൂക്കിന്റെ മുകളിലോട്ട് ഇപ്പുറത്തെ ഈ ചെവിയുടെ ഈ സൈഡ് വരെ നമ്മൾ ഒട്ടിക്കുക. ഹെയർ കൊടുങ്ങാതെ കുറച്ചിപ്പുറം ഹെയറിന്റെ അടുത്തോട്ടേക്ക് എത്തണ്ട കേട്ടോ. ഈ സൈഡിൽ നിന്ന് മൂക്കിന്റെ മുകളിലൂടെ വേണം ഇപ്പുറത്തെ സൈഡോട്ടേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് കുറച്ച് സമയം നമ്മളങ്ങനെ വിടുക. എന്നിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്നത് പറിച്ചെടുക്കും. അരമണിക്കൂർ അങ്ങനെയൊക്കെ അത്ര സമയം മതി. ഒന്ന് പറിച്ചെടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്തിൽ എന്താണ്, എവിടെയെങ്കിലും നമ്മുടെ തൊലി നീങ്ങുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എണ്ണമയമുള്ള സ്കിന്നാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. തൊലി നീങ്ങുന്നുണ്ടെങ്കിൽ അത് എണ്ണമയമുള്ള ഇത്. വരണ്ട പോലെ ഇരിക്കുന്നതാണെങ്കിൽ മൊരി പോലെ ഇരിക്കുന്നതാണെങ്കിൽ അത് വരണ്ട സ്കിന്നാണെന്ന് മനസ്സിലാക്കാം. തിളങ്ങിയിട്ടും വരണ്ടിയിട്ടും ഇരിക്കുന്നതാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നാണെന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് തിരഞ്ഞെടുക്കുക കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.